ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വൈകുന്നേരം ചായക്ക് പരിപ്പ് വടയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നന്നായി വാഷ് ചെയ്ത് സ്ട്രെയിനറിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്ട്രെയിനറിലോട്ടേക്ക് മാറ്റി നന്നായി വെള്ളമൊക്കെ ഊറ്റി കളയണം. ഇതാ വെള്ളമൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂർ സോക്ക് ചെയ്താൽ മതിയായിരിക്കും. അത് കഴിഞ്ഞൊരു കുഞ്ഞി മിക്സിയുടെ ജാറിലോട്ടേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഫൈനായിട്ട് അരക്കണ്ട, ഒരു തരി കൂടി തന്നെ അരക്കാം. 2 സ്പൂൺ പരിപ്പ് അരക്കാതെ തന്നെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പരിപ്പും അരച്ചെടുത്തിട്ട് അതിലോട്ടേക്ക് സവാള, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത്, ഇതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ മല്ലി ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. സവാളയൊക്കെ കുറച്ച് നല്ലോണം തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സും കൂടി ഈ കൂട്ടിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ തന്നെ ശ്രദ്ധിക്കണം. പരിപ്പിൽ വെള്ളം കൂടിപ്പോയാൽ പരിപ്പ് വടേൻ്റെ ഷേപ്പ് പെർഫെക്റ്റായിട്ട് വരില്ല, എല്ലാം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീരെ വെള്ളമില്ലാതെ തന്നെ മിക്സിയിലേക്ക് അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ഇടുന്നത്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ് കായത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്കിത് തിരുമ്മി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പാകത്തിൽ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. ഫൈനലി ഇങ്ങനെ ആയിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് 2 സ്പൂൺ പരിപ്പ് അരക്കാതെ തന്നെ മാറ്റി വെക്കണം, എന്നാലേ പരിപ്പ് വടയിൽ മുഴുവൻ പരിപ്പ് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ ഇതുപോലൊരു കടായി വെച്ചിട്ട് അതിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിലോ വെളിച്ചെണ്ണയോ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണം പരിപ്പ് വട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ പരിപ്പ് വട ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതുപോലെ ചെറിയൊരു പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ചൂടായ നോക്കിയിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് 2 കൈയും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലോട്ടേക്ക് മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എണ്ണ തിളക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നല്ല ചൂടായ എണ്ണയാണ്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പരിപ്പ് വട ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ആകെ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പരിപ്പിൽ അരക്കുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. പിന്നെയെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലോട്ടേക്ക് പരിപ്പിട്ട് അരക്കുമ്പോൾ ഫൈനായിട്ട് പേസ്റ്റ് പോലെ അരക്കാൻ പാടില്ല, തരികളോട് കൂടി തന്നെ അരക്കാൻ നോക്കുക. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ തന്നെ പരിപ്പ് വട പെർഫെക്റ്റായിട്ട് കിട്ടും. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ നന്നായി വന്നിരുന്നു. കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, പൊട്ടിയൊന്നും പോയില്ല. 2 സൈഡിലോട്ടേക്കും മാറി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇളക്കിയ പരിപ്പ് വട പൊട്ടിപ്പോവും. ആവശ്യത്തിന് മാത്രം മറിച്ചിടാൻ മാത്രം ഇളക്കി കൊടുക്കുക. നല്ല ഗോൾഡൻ കളറാകുമ്പോഴേക്ക് പരിപ്പ് വട എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ അടുത്തൊരു പരിപ്പ് വട ഇതുപോലെ കയ്യിൽ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട സമയത്ത് തന്നെ പരിപ്പ് വട എടുത്തിട്ട് ഇളക്കേണ്ട കാര്യമില്ല. അത് കുറച്ച് അവിടെ സെറ്റായതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഗോൾഡൻ കളർ ആകുമ്പോഴേക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിടാം. രണ്ട് സൈഡും നല്ല കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് മാറ്റാം. ഇതും
പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപ്പുവടയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്രിസ്പിയാണ്. ഇതാ പരിപ്പൊക്കെ മുഴുവൻ കാണുന്നുണ്ടല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. നല്ല മുരിഞ്ഞ പരിപ്പുവടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.